പടം എനിക്ക് ക്ലൈമാക്സ് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സിനിമ മുഖത്തിനുണ്ടി അസോസിയേറ്റ് സിനിമ ഡയറക്ടർ ആളാണ്. അയാളുടെ അന്നത്തെ മൂവിയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്ലൈമാക്സ് നല്ലതാണ്. പിന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ്, സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സ് എറണാകുളത്തുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്കുള്ള സിനിമയാണ്. സിനിമ ഫീൽഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന. പക്ഷേ ഇടയ്ക്ക് ഒരു ലാഗം തോന്നി. ക്ലൈമാക്സോടെ അത് ക്ലിയറായി. വൺ ടൈം വാച്ചബിളാണ്, കണ്ടിരിക്കാം. പിന്നെ നസ്ലിൻ്റെ അഭിനയം നല്ലതാണ്. സംഗീതം നെഗറ്റീവ് റോൾ, നസ്ലിൻ്റെ അഭിനയം നല്ലതാണ്. സംഗീതം നെഗറ്റീവ് റോളാണ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാമിയോ ആൾക്കാർ വരുന്നുണ്ട്, അദ്ദേഹം പറയുന്നില്ല. എല്ലാം കൊണ്ടും കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്, കണ്ടിരിക്കാം. ബോറടിപ്പിക്കുന്നില്ല. ഒരു എൻ്റർടൈനറാണ്. കോമഡി ഡാർക്ക് ഹ്യൂമറാണ്. ഇടയ്ക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സാണ് നന്നായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ചിത്രം. കാരണം സിനിമക്കുള്ളിൽ എന്തൊക്കെ നടക്കുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. കാരണം ഇതിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ വളർത്താനും പറ്റും, ഉയർത്താനും പറ്റും എന്നുള്ളത്. കാരണം ഒരാളെ വളർത്താൻ സംബന്ധിച്ച് എന്തോ ആരൊക്കെ സ്വാധീനമുള്ളവരൊക്കെ ഇതിലേക്ക് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും നസ്ലിൻ്റെ നല്ലൊരു ക്യാരക്ടർ നസ്ലിന് കിട്ടി. കാരണം പക്വതയാണ്. നസ്ലിൻ്റെ പ്രായത്തിനും കാട്ടി നല്ല പക്വതയാർന്ന ഒരു ക്യാരക്ടർ നസ്ലിന് ചെയ്യാൻ പറ്റി. ഇനിയും നസ്ലിന് നല്ല എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ഇനി കിട്ടട്ടെ. കാരണം ഈ ഡയറക്ടർ നല്ലൊരു വേഷം കൊടുത്ത് പിന്നെ ഇതിൽ അഭിനയിച്ച ഇപ്പോൾ സംഗീതമാണെങ്കിലും നമ്മുടെ ജഗദീഷ് ചേട്ടൻ, പിന്നെ ഷറഫുദ്ദീൻ, പിന്നെ വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ അവരുടേതായിട്ടുള്ള ഇത്. പിന്നെ ബേസിൽ ജോസഫിൻ്റെ ആയിട്ടുള്ള ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയാണ്. മോളിവുഡ് ടൈംസ് എല്ലാവരും വന്ന് കാണുക. നിങ്ങൾക്ക് സിനിമക്കുള്ളിൽ എന്താണ് നടക്കുന്നത്, ഈ സിനിമക്കുള്ളിൽ നടക്കുന്നത് ഈ സിനിമ കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതായിരിക്കും.